ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇല്ല മോളെ, ഇത് ഞങ്ങള് വാങ്ങില്ല. നന്ദിപൂർവ്വം നിരസിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. അച്ഛാ, മനോജിന് ഉടനെ ജോലി ശരിയായില്ലെങ്കിൽ വീട് വിട്ടു പോകുന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുക ഹരിത. അവള് വീണ്ടും വീട് വിട്ടിറങ്ങിയ അത് മനോജിന്റെ മനസ്സിനെ കൂടുതൽ തകർക്കില്ലേ അച്ഛാ? ഈ കാര്യത്തില് അച്ഛനും അമ്മയ്ക്കും ഒരു ദുരഭിമാനവും വേണ്ട. നിങ്ങൾ തന്നെ പറയാറില്ലേ ഞാൻ നിങ്ങളുടെ മരുമകളല്ല മകളാണെന്ന്? മോളെ, വേറൊന്നും കൊണ്ടല്ല. ഈ ആഭരണം വിറ്റ് മനോജിനെ സഹായിച്ച വിവരം പ്രകാശ് എങ്ങാനും അറിയാനിടയായ കൊലപാതകം തന്നെ നടക്കും. അത് ഭയന്നിട്ടാ. ഇത് മോള് തന്നെ വെച്ചിരുന്നാ മതി. നിന്നെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല മോളെ. മോളെ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആവശ്യം വന്നാ അച്ഛൻ ചോദിച്ചോളാം. മോളെ, പ്രകാശം കാണുന്നതിന് മുൻപ് ഇത് കൊണ്ടുവെക്കും മോളെ. ചെല്ല. ആ നശൂലം പിടിച്ചവള് വീണ്ടും കളിയും ചിരിയൊക്കെ തുടങ്ങി. നിനക്കിതുപോലൊന്നിനെ പ്രസവിക്കാൻ പറ്റാത്ത കുഴപ്പം കൊണ്ടാ കണ്ണി കണ്ടതൊക്കെ വലിഞ്ഞു കേറുന്നേ. ഇതുപോലെ ഒരെണ്ണത്തിന്റെ കിട്ടുന്നതിലും ഭേദം കുട്ടികളില്ലാതിരിക്കുന്നതാ. അസത്ത്. പട്ടം കുരുങ്ങിയല്ലോ, ഇനി എന്ത് ചെയ്യും? എടോ, കേസ് തള്ളിയല്ലോ. ഇനി കുറുപ്പ് രംഗത്ത് തന്നെ കാണും, അതും മുൻനിരയിൽ. എന്താ ചേച്ചി?
ഈശ്വര, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. തക്ക സമയത്ത് ഞാൻ കണ്ട് നിന്നെ തള്ളി മാറ്റിയില്ലായിരുന്നെങ്കിൽ എന്റെ മോനെ നീ ചേച്ചിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. ആ? ആ, ആ. ഇറങ്ങി വാടി കുട്ടി പിശാചെ, ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇറങ്ങി വാടി ഇങ്ങോട്ട്. എന്താ എന്തു പറ്റിയതാ? എന്താ മോളെ, എന്താ പറ്റിയത്? എന്ത് പറ്റാൻ? ഈ പിഴച്ച പെണ്ണെ ചെടിച്ചട്ടി തള്ളിയിട്ട് കർണാരനെ കൊല്ലാൻ നോക്കി. മോളെ എന്താ മോള് ചെയ്തേ? ദിയമോളൊന്നും ചെയ്തില്ല വന്ദനമ്മേ. ചേച്ചി പറഞ്ഞില്ലേ? വാ, വരുന്നുണ്ട്, പോ. വാ. മോള് വാ, വാ മോള്. ആ വന്ദനയെ ആ അസുരവിത്തിനെ ഇവിടെ പൊറുപ്പിക്കാനാണ് ഭാവമെങ്കിൽ കരുണാകര, നിന്റെ ആയുസിന് ഒരു ഉറപ്പുമില്ല. ദൈവം എന്നെ പറഞ്ഞു വിട്ട് തലനാരിഴക്കല്ലേ നിന്നെ രക്ഷപ്പെടുത്തിയത്. ഓ, ആ ചെടിച്ചട്ടി എങ്ങാനും നിന്റെ മൊട്ടത്തലയ്ക്ക് വീണരുതെങ്കിലോ? എന്റെ ഭഗവതി, എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. എന്തൊരു ക്രൂരതയാ നിന്നോട് കാണിക്കുന്നേ. എന്റെ കുഞ്ഞിനിതെല്ലാം സഹിക്കാനുള്ള ശക്തി കൊടുക്കണേ എന്റെ ദേവി. അയ്യോ, അപ്പച്ചി കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ അപ്പച്ചി പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? അത് ശരി, അപ്പൊ ആരും ഒന്നും അറിഞ്ഞില്ലേ? ഈ ജന്തുവേ ടെറസിന്റെ മോളിൽ നിന്നൊരു വലിയ ചെടിച്ചട്ടി തള്ളിയിട്ട് എന്റെ കർണാരനെ കൊല്ലാൻ നോക്കി. മോളെ, നീയാണോ ആ ചെടിച്ചട്ടി തള്ളിയിട്ടത്? ആണെങ്കിൽ മോള് പറ. അറിയാതെ ആണെങ്കിലും മോള് ചെടിച്ചട്ടി തൊട്ടോ? ഇല്ല, ദിയമ്മള് പട്ടം കുടുങ്ങിയത് എടുത്തന്നേ ഉള്ളൂ. ചെടിച്ചട്ടിയിൽ ദിയമ്മള് തൊട്ടിട്ടോലും ഇല്ല. വന്ദനമ്മയാണ് സത്യം. നൊട്ടാക്കുറുക്കാത്ത കള്ളം പറയുന്നോടി അസത്തെ. സാധാരണ പിള്ളേര് പട്ടം പറത്തുന്നത് താഴെ നിന്നാ. നീ എന്തിനാണ് വലിഞ്ഞ് ടെറസിൽ കയറിയത്? മാനത്തെ കൊട്ടാരം